ഹലോ ഫ്രണ്ട്സ്, തീറ്റ പ്രാന്തന്മാരുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ ചിക്കൻ റോളാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് പൊറോട്ടയിലാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചേട്ടായി ഇന്നിവിടെ ഒരു 2 കിലോ ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ പീസുകളായിട്ട്, ചെറിയെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അതിലേക്കായിട്ട് ആദ്യമായിട്ട് ഒരു ചെറുനാരങ്ങ ഫുള്ളായിട്ട് അതിൽ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി. ചേട്ടായി ഇവിടെ ഫ്രഷായിട്ട് പൊടിച്ച് ചേർക്കുകയാണ്. ഏകദേശം ഒരു ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അടുത്തായിട്ട് നമുക്കൊരു മീഡിയം സൈസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും നമ്മളിവിടെ ചെറിയ പീസായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു ബട്ടർ ഇട്ടിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിൽ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം. ഇത് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഹാഫ് കുക്ക്ഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കിയിട്ടുണ്ട്. അന്ന് എണ്ണ തോരാനായിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. പൊറോട്ട നമ്മളിവിടെ ഉണ്ടാക്കിയതല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈ പൊറോട്ടയിലേക്ക് ആദ്യമായിട്ട് കുറച്ച് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുക. പിന്നെ 3-4 ചിക്കൻ പീസ് ഇടുക. നമ്മൾ റെഡിയാക്കിയ അതിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടെ വെച്ചിട്ട് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. ഇവിടെ ഇഷാൻ പാഞ്ഞ് കിടക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ആൻഡ് വെരി ഈസി ടു മേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളുമാണ് ഞങ്ങൾക്കുള്ള പ്രോത്സാഹനം. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക, സഹായിക്കുക. അപ്പോൾ നമുക്ക് ഇഷാൻ്റെ അഭിപ്രായം ഒന്ന് ചോദിക്കാം ഇതിനെപ്പറ്റി. എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഐറ്റമാണ്. പെട്ടെന്ന് ഉണ്ടാകുന്ന സിമ്പിൾ റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.